Hi friends, Assalamu alaikum. Welcome back to our channel, My Tricks and Tips. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മലബാർ സ്പെഷ്യലായ നെയ്പത്തിരി. അപ്പോൾ നെയ്പത്തിരി സാധാരണയായിട്ട് നമ്മൾ ബോയിൽഡ് റൈസ് കൊണ്ടാണ് ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഇന്ന് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ടാണ് ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1 കപ്പ് ചോറ്, അതേ കപ്പിൽ തന്നെ 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ നല്ല ജീരകവും 1 ടീസ്പൂൺ കരിഞ്ജീരകവും, 8 10 ചെറിയുള്ളി. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. അരിപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം, പക്ഷെ അതിൽ കുറച്ച് തരിയുള്ള ടൈപ്പ് ആയിരിക്കണം എന്ന് മാത്രം. ഒരു ബൗൾ എടുക്കാം. അതിലോട്ട് നമുക്ക് ചോറും അരിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകവും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പിന്നെ തേങ്ങയും കൂടെ ഇതിലിട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരയാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അരഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. ഈ ഒരു പാകത്തിനായിരിക്കണം. ഇനി നമുക്ക് അതേ ജാറിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറും അരിയും കൂടെയുള്ള മിക്സും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അത് പൾസ് മോഡിൽ തന്നെ കറക്കിയാൽ മതി. കണ്ടില്ലേ, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് കിട്ടണം. അതായത് നമ്മുടെ കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു കൊഴുക്കട്ടയൊക്കെ ഉരുട്ടുന്ന മാതിരി ഉരുട്ടാൻ കഴിയണം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഇതെങ്ങനെയാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്, ഈ അരിയും ചോറും കൂടെ ഉള്ള മിക്സ് എന്നുള്ളത് അതിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഈ തേങ്ങയും ചോറും അരിയും കൂടെയും എല്ലാം കൂടെയുള്ള മിക്സ് ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. അതായത് നമ്മൾ നെയ്പത്തിരിക്ക് പരത്താനുള്ള പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ കൈവച്ച് അമർത്തി കുഴച്ചതിന് ശേഷം നിങ്ങൾ കൈയിൻ്റെ അടിയിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. കൈയിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം തടവി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് പരത്തുമ്പോൾ പൊട്ടിപ്പോവാത്ത രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ആവുന്നവരെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കൈയിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വീണ്ടും ഉരുളകളാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്. അധികം കട്ടി ഉണ്ടാവാൻ പാടില്ല, ഒരു 1/4 ഇഞ്ച് കനത്തിലൊക്കെ വേണം. എന്ന് വെച്ചിട്ട് നമ്മൾ തീരെ പൂരി പോലെയൊന്നും അധികം നൈസാക്കുകയും ചെയ്യരുത്. അപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് സാധാരണ നെയ്പത്തിരി ഉണ്ടാകുക. പിന്നെ നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വാഴയിലയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പേപ്പറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. വാഴൻ്റെ ഇല ആണെങ്കിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനായിട്ട് നമുക്ക് ഒരു കടായി വെക്കാം. കടായി നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ നെയ്പത്തിരി ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് പൊങ്ങി വന്നോളും. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട്
ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതായത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ അത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. കണ്ടില്ലേ, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ നെയ്പത്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുട്ടക്കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് അതിൻ്റെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്കിയതിന് ശേഷം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിരുന്നു അത്. അതുകൊണ്ട് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ആ ഒരു മുട്ടക്കറിയും ഈ ഒരു നെയ്പത്തിരിയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല ഒരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.